സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളാകയാൽ ഈ പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ശാസ്ത്രം വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന് സഹായകമായ ഒട്ടനവധി കാര്യങ്ങൾ ശാസ്ത്രം നേടിത്തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിവിധ മരുന്നുകളുടെ കണ്ടുപിടുത്തം അത് വാസ്തവത്തിൽ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. പഴയ കാലത്ത് സാധാരണയായി മനുഷ്യർക്ക് പിടിപെട്ടുകൊണ്ടിരുന്ന രോഗങ്ങളൊന്നുമല്ല ഈ കാലത്ത് മനുഷ്യർ അനുഭവിക്കേണ്ടതായി വരുന്നത്. കാലം മാറി മാറി വരുന്തോറും പുതിയ പുതിയ രോഗങ്ങൾ മനുഷ്യരിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ കോവിഡ് എന്ന മഹാമാരി നാം കാണുകയുണ്ടായി. അങ്ങനെ എത്രയെത്ര പുതിയ പുതിയ വൈറസുകളെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പുതിയ പുതിയ രോഗങ്ങൾ മനുഷ്യരുടെ ഇടയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം നിരന്തരമായ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതിൽ ദീർഘകാലമായി ഫലപ്രദമായ ചികിത്സ കൊടുക്കുവാൻ സാധിക്കാത്ത അനേക രോഗങ്ങൾക്ക് കൃത്യമായ പ്രതിവിധി കണ്ടെത്തുന്നതിന് വേണ്ടി ശാസ്ത്രലോകം കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ ശാസ്ത്രം വളർന്നിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യന് ജീവൻ നൽകുന്നത് എങ്ങനെയാണെന്നോ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എന്തു സംഭവിക്കുന്നുവെന്നോ കൃത്യമായി കണ്ടെത്തുവാനും പഠനം നടത്തുവാനും ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുവാൻ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പോലും പഠിക്കുവാനുള്ള ഗവേഷണങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യന് ജീവൻ കൊടുക്കുന്നത് എങ്ങനെയാണ്, മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശാസ്ത്രലോകത്തിന്റെ മുൻപാകെ ഇപ്പോഴും വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും അറിയുവാൻ ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. അതിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ളത് മരണശേഷം എന്തു സംഭവിക്കുന്നു എന്നുള്ളത് അറിയുന്നതിനാണ്. നമുക്കറിയാം, ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്. ഓരോ മതങ്ങളും വ്യത്യസ്തമായ നിലകളിലാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവവചനം എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? അതിങ്ങനെയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവസന്നിധിയിൽ ജീവിക്കുന്നതിനാവശ്യമായ ഒരു തേജസ് നമുക്ക് വേണം എന്നുള്ളതാണ്. ആദ്യ മനുഷ്യനായ ആദമിന് ആ തേജസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ഭൗതികമായ വസ്ത്രം ധരിക്കേണ്ടെന്ന ആവശ്യം പോലുമില്ലായിരുന്നു. എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ ആ ദൈവ തേജസ് നഷ്ടമായി പോയി. ആദാമ്യ വർഗത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ദൈവ തേജസ് ഇല്ലാത്തവരായി ജനിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പാപികളാണ്. അവർ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല. ഇവിടെ കണ്ണുകൾ അടയുമ്പോൾ അടുത്ത നിമിഷം അവരുടെ കണ്ണുകൾ യാതനാസ്ഥലത്ത് തുറക്കപ്പെടുന്നു. അതിനുശേഷമായി അന്ത്യന്യായവിധിയുടെ മുൻപാകെ അവർ നിൽക്കുന്നു. അവസാനമായി പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് അവർ തള്ളപ്പെടുന്നു. ഇതാണ് യഥാർത്ഥമായി സംഭവിക്കുന്നത് എന്ന് ദൈവവചനം ആധികാരികമായി നമ്മെ അറിയിക്കുന്നു. എന്നാൽ ആദാമിൻ്റെ പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയതായ ദൈവ തേജസ് തിരികെ ലഭിക്കുവാനുള്ള വഴി എന്താണ്? നേർച്ച കാഴ്ചകളോ ദാനധർമാദികളോ പുണ്യസ്ഥല സന്ദർശനങ്ങളോ ഒന്നും പര്യാപ്തമല്ല അതിന്. എന്നാൽ ദൈവവചനം പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളതാണ്. ആരുടെ രക്തം ചൊരിയണം? പാപമുള്ള രക്തം ചൊരിഞ്ഞിട്ട് അതിന് വിമോചനം ലഭിക്കുന്നില്ല. എന്നാൽ പാപമില്ലാത്ത പരിശുദ്ധമായ രക്തം അതിന് മറുവിലയായി ചൊരിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പാപമില്ലാത്തവനായി ലോകത്തിൽ ജനിച്ചത്. ആ പാപമില്ലാത്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിനു വേണ്ടി ചൊരിഞ്ഞു. ആ കർത്താവായ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. വിശ്വാസത്താൽ ആ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് തേജസ്കരിക്കപ്പെടുന്നു.
ആ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ ആ ആത്മാവ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ പര്യാപ്തമാണ്. അങ്ങനെയുള്ളതായ ഒരു വ്യക്തി മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് പോകുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവിങ്കൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഈ തേജസ്കരിക്കപ്പെട്ട ആത്മാക്കൾക്ക് അവരുടെ ഉയർത്തെഴുന്നേറ്റ ശരീരം ലഭിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ആ ആത്മാക്കൾ ദൈവ സാന്നിധ്യത്തിൽ നിത്യത മുഴുവനും വാസം ചെയ്യുന്നു. ഇതാണ് സ്വർഗീയ സന്തോഷം. ഇതേ സംബന്ധിച്ച് ദൈവവചനം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സ്വർഗീയ നാദം ശ്രവിക്കുന്ന മാന്യ സ്നേഹിതരെ, നിങ്ങളുടെ ആത്മാക്കൾ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിലാണോ അതോ മൃതാവസ്ഥയിലാണോ? മരണശേഷം നിങ്ങളുടെ ആത്മാക്കൾ എവിടെയായിരിക്കും? കർത്താവിനോട് കൂടെ ആയിരിക്കുമോ അതോ യാതനാസ്ഥലത്തായിരിക്കുമോ? ഇപ്പോൾ തന്നെ ചിന്തിക്കുക. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. മഹത്തായ സന്ദേശം മറക്കാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ജീവനിന്നുറവിടമേ, ആശ്വാസദായകനേ, നിന്നിൽ ഞാൻ ചാരിടട്ടെ, എന്നെ നീ ചേർത്തിടണേ. നിന്നിൽ ഞാൻ ചാരിടട്ടെ, എന്നെ നീ ചേർത്തിടണേ. നാഥാ, നിൻ സ്നേഹം എത്രയോ ആഴമേ, ക്രൂശിലോളം സഹിച്ചു നീ എൻ പേർക്കായി മരിച്ചല്ലോ. ക്രൂശിലോ